നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. സ്കൂൾ തലം തുടങ്ങി സംസ്ഥാന തലം വരെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കലാപരിപാടിയാണ് കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവം. അതിനെപ്പറ്റി ഒരു സീരീസായി പറഞ്ഞു തരുന്ന എപ്പിസോഡുകൾ ആണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു നാടകം കണ്ടതിനെ പറ്റിയാണ് സംസാരിച്ചത്. ഇന്നത്തെ എപ്പിസോഡിൽ നാടകത്തിനെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അത് കാണുന്നതും നാടകം നടത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇന്നറിയാം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ദേശവാസികൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും കുട്ടികളുടെ മാതാപിതാക്കൾക്കും വളരെയേറെ സന്തോഷം തരുന്ന ഒരു കലാപരിപാടിയാണ്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ കലാപരിപാടിയിൽ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ കുട്ടിക്കും പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട്. അത് സമ്മാനം ലഭിക്കുന്ന ഏറ്റവും അവസാനം സമ്മാനം ലഭിക്കുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പാണ് കൊടുക്കുക. ഈ യുവജനോത്സവം ദേശവാസികളെ വളരെയേറെ ആകർഷിക്കാറുണ്ട്. സിംഗിൾ ഐറ്റങ്ങളാകട്ടെ ഗ്രൂപ്പ് ഐറ്റങ്ങളാകട്ടെ, അത് കാണുവാനായി ധാരാളം ജനങ്ങളാണ് ഒത്തുകൂടുക. ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു സ്റ്റേജിൻ്റെ ഉൾവശത്ത് സ്റ്റേജിൽ പരിപാടി നടക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, സ്റ്റേജിന് ഉൾവശത്ത് ഒരു വശത്തായി കുറേ അധ്യാപകർ നിരന്ന് ഇരിപ്പുണ്ടാകും. ഒരു ബെഞ്ചും ഡെസ്കും ഇട്ട് അതിൽ 3-4 അധ്യാപകർ നിരന്ന് ഇരിപ്പുണ്ടാകും. ഇവരാണ് ഈ സ്റ്റേജിലെ പരിപാടി നടക്കുന്നതിനെ നിയന്ത്രിക്കുക. രാവിലെ മുതൽ രാത്രിയും പകലും നടക്കുന്ന കലാപരിപാടികളാണ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഉണ്ടാകുക. ഈ സമയം മുഴുവനും സ്റ്റേജിൽ ഒരു തടസ്സങ്ങളും കൂടാതെ പരിപാടികൾ നടത്തുക എന്നതാണ് ഈ അധ്യാപകരുടെ ചുമതല. പരിപാടി നടത്തുക എന്ന് പറയുമ്പോൾ കർട്ടൻ താക്കുന്നതും കർട്ടൻ പൊക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. അങ്ങനെ ഓരോ അധ്യാപകനും ഓരോ ചുമതലയുണ്ട്. ആ അധ്യാപകരാണ് സ്റ്റേജിൽ ഒരു വശത്തായി ഇരിക്കുക. നാടക മത്സരം നടക്കുമ്പോഴും അതുപോലെയുള്ള മറ്റ് ഗ്രൂപ്പ് മത്സരങ്ങൾ നടക്കുമ്പോഴും ഒന്നിലധികം കുട്ടികളാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുക. ഈ സമയങ്ങളിൽ സ്റ്റേജിന് പുറകുവശത്ത് വളരെയധികം ഒച്ചയും ബഹളവും കൗതുകകരമായ കാര്യങ്ങളും നടക്കാറുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ വിഷയം നാടകമാണ്. ഓരോ ഐറ്റത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ ഈ ഐറ്റം അവതരിപ്പിച്ച് തീർക്കണം. സമയം കഴിയാൻ പറ്റില്ല. സമയം നോക്കിക്കൊണ്ടാണ് ഓരോ പരിപാടിയും നടക്കുക. സെക്കൻഡ് വെച്ചിട്ടാണ് സമയം നോക്കുക. നാടകത്തിന് അരമണിക്കൂറാണ് സമയം. ഈ അരമണിക്കൂറിനുള്ളിൽ നാടകം തുടങ്ങാനുള്ള കർട്ടൻ ഉയർത്തുവാനുള്ള നിർദ്ദേശം നൽകും. നാടകം അവസാനിക്കുമ്പോൾ കർട്ടൻ താക്കുവാനുള്ള നിർദ്ദേശം നൽകും. ഇതെല്ലാം അരമണിക്കൂർ സമയമുണ്ട്. ഒരു നാടകത്തിൽ പല രംഗങ്ങൾ ഉണ്ടാകും. രംഗങ്ങൾ മാറി മാറി വരുമ്പോൾ കർട്ടൻ ഉയർത്തുകയും താഴ്ത്തുകയും വേണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു രംഗം കഴിഞ്ഞാൽ കർട്ടൻ താഴ്ത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് കർട്ടൻ വീണ്ടും ഉയരുക. ഈ സമയം രംഗ സജ്ജീകരണത്തിന് ഉള്ളതാണ്. കർട്ടന് പുറകിൽ അന്നേരം ഒരു മേളാങ്കമാണ് നടക്കുക. അധ്യാപകർ ഇത് ശ്രദ്ധിച്ച് അതിനെ മാനേജ് ചെയ്യണം. കാരണം ഒരു നാടകത്തിൽ പലവിധ രംഗങ്ങൾ ഉണ്ടാവും.
ഓരോ രംഗത്തിനും ഓരോ സജ്ജീകരണമാകും സ്റ്റേജിൽ ഉണ്ടാകുക. ഒരു ഉദാഹരണത്തിന് ഒരു വീടിന്റെ മുറ്റമാണ് രംഗം എങ്കിൽ വീടിന്റെ മുൻവശം കാണുന്ന ഒരു കർട്ടൻ ഉണ്ടാവും. വീടിന്റെ മുറ്റത്തായി ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാകും. അതുപോലെ വീടിന് ഉൾവശമാണ് കാണിക്കുന്നതെങ്കിൽ വീടിന്റെ ഉൾവശത്തെ ഒരു ഭിത്തി കാണും കർട്ടനായി. അതിലെ ജനലും പിന്നെ കർട്ടനും വാതിലും ഒക്കെ ഉണ്ടാകും. ഒരു സ്റ്റേജിന് മുറിക്കുള്ളിലെ സജ്ജീകരണങ്ങളായി മേശയോ കസേരയോ കട്ടിലോ ഇങ്ങനെയുള്ള ഫർണിച്ചർ ഉണ്ടാകും. ഇതെല്ലാമാണ് രംഗ സജ്ജീകരണം. അപ്പോൾ 5 മിനിറ്റാണ് രംഗ സജ്ജീകരണത്തിന്. ഈ സമയമാണ് കർട്ടൻ താത്തിടുക. ഈ സമയം ഒരു മേളാങ്കം തന്നെയാണ് അവിടെ നടക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരു രംഗം നേരത്തെ കഴിഞ്ഞതാണ്. ആ രംഗത്തിന് വേണ്ടിയിട്ട് അവിടെ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി പുതിയ രംഗത്തിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം. ഇതെല്ലാം കൂടെ ഒരു മേളാങ്കമായിരിക്കും. നാടകത്തിലെ കുട്ടികൾ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. മറ്റാർക്കും സഹായിക്കാൻ പറ്റില്ല. അധ്യാപകർ ഇത് സമയം വെറുതെ കളയാതെ ഉള്ള സമയത്തിനകം ഒരു രംഗത്തിലെ സാധനങ്ങൾ എടുത്തു മാറ്റി അടുത്ത രംഗത്തിലെ സാധനങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം എന്നല്ലാതെ മറ്റാർക്കും ഇതിൽ സഹായിക്കാൻ പറ്റില്ല. നാടകത്തിലെ പങ്കെടുക്കുന്ന കുട്ടികൾ തന്നെയാണ് ഇത് എല്ലാം ചെയ്യേണ്ടത്. അതാണ് അവിടെ ഒരു മേളാങ്കം നടക്കുക. നാടകത്തിലുള്ള എല്ലാ കുട്ടികളും കൂടെ ഓടി ചാടി വന്ന് ആ സ്റ്റേജിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് മാറ്റി വെച്ച് സ്റ്റേജിന് പുറകിൽ മാറ്റി വെച്ചിട്ട് അടുത്ത രംഗത്തിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ എല്ലാം കൊണ്ടുവന്ന് കറക്റ്റായി എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞ് ഓരോ നാടകത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഏതെല്ലാം സ്ഥലത്ത് നിൽക്കണം അവരെ അവിടെ എല്ലാം കൊണ്ട് നിർത്തി സ്റ്റേജിൽ കർട്ടൻ പൊക്കിയാൽ ഉടനെ നടക്കുന്ന സംഭവം അത് എങ്ങനെ കാണണോ അതുപോലെ ആക്കി വെച്ചിട്ടാണ് കർട്ടൻ പൊക്കുവാനുള്ള നിർദ്ദേശം നൽകുക. ഇത് അധ്യാപകരാണ് ചെയ്യുക. കുട്ടികളോട് ചോദിക്കും, നിങ്ങളുടെ രംഗസജ്ജീകരണം ശരിയായോ, കഴിഞ്ഞോ, കർട്ടൻ പൊക്കാമോ, റെഡിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണ് കർട്ടൻ പൊക്കുവാനുള്ള നിർദ്ദേശം നൽകുക. ഇങ്ങനെ പലവിധ രംഗങ്ങൾ ഉണ്ടാകും ഒരു നാടകത്തിൽ. അപ്പോൾ ഒരു നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്ന സമയം വരെയും ഈ നാടകത്തിലെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് രംഗ സജ്ജീകരണങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതേ സമയം അടുത്ത ഈ നാടകം കഴിഞ്ഞ് അടുത്ത നാടകത്തിലേക്ക് വരാനിരിക്കുന്ന കുട്ടികളും ഉണ്ടാകും സ്റ്റേജിന് പുറകിൽ. അവര് അവിടെ നിന്ന് മറ്റുള്ള കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ അവരാണ് അടുത്തതായി മത്സരത്തിന് സ്റ്റേജിലേക്ക് കയറേണ്ടത്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെയെല്ലാം ഒരുക്കി വെക്കുന്ന തിരക്കിലാവും. ഇങ്ങനെ ആകപ്പാടെ ഒരു ബഹളമാവും സ്റ്റേജിന് പുറകുവശത്ത്. ഇങ്ങനെയുള്ള പലവിധ സംഭവങ്ങളുണ്ട് ഇതിന് ഇടയിൽ. അതൊക്കെ വളരെ കൗതുകകരമായ കാര്യങ്ങളാണ്. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.